ഓം നമോ ഭഗവതി വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 71 കേശിവധവും വ്യോമാസുരവധവും. ശ്ലോകം 3. താർക്ഷ്യാർപ്പിതാം ഖ്രേസ്തവ താർക്ഷ്യയേഷ ചിക്ഷേപവക്ഷോ ഭുവി നാമപാദം ഭൃഗോ പദാഘാതകഥാം നിശമ്യ സ്വേനാപി ശക്യം തദിതീവ മോഹാത്. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. താർക്ഷ്യാർപ്പിതാം ഖ്രേ സ്തവ താർക്ഷ്യ ഏഷ ചിക്ഷേപ വക്ഷോ ഭുവി നാമ പാദം ഭൃഗോ പദാഘാത കഥാം നിശമ്യ സ്വേനാപി ശക്യം തദിതീവ മോഹാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഏഷ ഈ താർക്ഷ്യ അശ്വരൂപിയായ കേശി ഭൃഗുമുനിയുടെ പദാഘാത കഥാം പാദപ്രഹരമേറ്റ കഥയെ നിശമ്യ കേട്ടിട്ട് സ്വേനാപി തന്നെ കൊണ്ടും തത് അത് ശക്യം ഇതി സാധിക്കുമെന്ന് മോഹാത് ഇവ അജ്ഞത കൊണ്ടെന്നു തോന്നും വിധം താർക്ഷ്യാർപ്പിതാംഘ്രേ ഗരുഡനിൽ പാദം അർപ്പിക്കുന്ന തവ അങ്ങയുടെ വക്ഷോഭുവി നാമ മാറിലാകട്ടെ പാദം പാദത്തെ ചിക്ഷേപ പതിപ്പിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്നു നോക്കാം. താർക്ഷ്യാർപ്പിതാംഘ്രേ താർക്ഷ്യ ക്ഷ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. താർക്ഷ്യാർപ്പിതാം ഖ്രേ ഖ്ര എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സ്തവ താർക്ഷ്യ അവിടെയും അതേപോലെ ക്ഷ്യാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഏഷ ചിക്ഷേപ വീണ്ടും അതേ ക്ഷാന്ന് നന്നായിട്ട് ഊന്നി പറയണം. വക്ഷോ ഭുവി ഇവിടെയും അതേപോലെ ക്ഷോ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭുവി എന്നുള്ളതിൻ്റെ ഭൂന്നും ഊന്നി പറയണം. നാമ പാദം ഭൃഗോ അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പദാഘാത കഥാം പദാഘാത പദ എന്നുള്ളത് എന്നുള്ളത് ദയയിലത്തെ ഖ എന്നുള്ളത് മേഘത്തിൻ്റെ ഖ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. കഥാം എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നീട്ടിയിട്ട് മുർക്കം. നിശമ്യ സ്വേനാപി ശക്യം തദിതീവ തദി എന്നുള്ളത് ദ എന്നാണ്. തദിതീവ മോഹാത് അങ്ങനെ നിർത്താം. താർക്ഷ്യാർപ്പിതാം ഖ്രേസ്തവ താർക്ഷ്യയേഷ ചിക്ഷേപവക്ഷോ ഭുവി നാമപാദം ഭൃഗോ പദാഘാതകഥാം നിശമ്യ സ്വേനാപി ശക്യം തദിതീവ മോഹാത്. അടുത്തത് 4ാമത്തെ ശ്ലോകം. പ്രവഞ്ചയന്നസ്യ ഖുരാഞ്ജലം ദ്രാഗമും ച ചിക്ഷേപിത ദൂരദൂരം സമ്മൂർച്ഛിതോപി ഹ്യതിമൂർച്ഛിതേന ക്രോധോഷ്മണാഖാദിതുമാദ്രുതസ്ത്വാം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. പ്രവഞ്ചയൻ അസ്യ ഖുരാഞ്ജലം ദ്രാഗ് അമും ച ചിക്ഷേപിത ദൂരദൂരം സ മൂർച്ഛിതോപി ഹ്യതിമൂർച്ഛിതേന ക്രോധോഷ്മണ ഖാദിതും ആദ്രുത സ്ത്വാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അസ്യ കേശി എന്ന സുരൻ്റെ ഖുരാഞ്ജലം കുളമ്പിൻ്റെ അറ്റം പ്രവഞ്ചയൻ തന്നിൽ പതിക്കാതെ തട്ടിമാറ്റി ദ്രാഗ് വേഗം അമും ച ഈ കേശി എന്ന അസുരനെയും ദൂരദൂരം വളരെ ദൂരത്തിലേക്ക് ചിക്ഷേപ എറിഞ്ഞു. സ അവൻ മൂർച്ഛിത അപി ബോധം കെട്ടു എങ്കിലും അതിമൂർച്ഛിതേന അത്യധികമായ
ക്രോധോഷ്മണ കോപത്തിൻ്റെ ചൂടിനാൽ ഖാദിതും ഭക്ഷിക്കുന്നതിനായി ത്വാം അങ്ങയുടെ നേർക്ക് ആദ്രുത ഓടി വന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. പ്രവഞ്ചയൻ അസ്യ ചേർത്തിട്ട് പ്രവഞ്ചയൻ അസ്യ ഞ്ച എന്നുള്ളത് ഞാച്ച എന്നാണ്. ഖുരാഞ്ചലം ഇവിടെയും അതേപോലെ ഞ്ച എന്നുള്ളത് ഞാച്ച എന്നാണ്. ഖു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദ്രാഗ് അമും ചേർത്തിട്ട് ദ്രാഗമും ച ചിക്ഷേപിഥ ക്ഷേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചിക്ഷേപിഥ ഥ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ദൂരം സമ്മൂർച്ഛിതോപി ഇവിടെ ഛി എന്നുള്ള അക്ഷരമാണ് നന്നായിട്ട് ഊന്നി പറയേണ്ടത്. സമ്മൂർച്ഛിതോപി ഹ്യതിമൂർച്ഛിതേന ഇവിടെയും അതേപോലെ ഛി എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ക്രോധോഷ്മണ ക്രോധ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ക്രോധോഷ്മണ ഖാദിതും ആദ്രുത സ്ത്വാം ചേർത്തിട്ട് ഖാദിതുമാദ്രുത സ്ത്വാം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രവഞ്ചയന്നസ്യ ഖുരാഞ്ചലം ദ്രാഗമും ച ചിക്ഷേപിഥ ദൂരം സമ്മൂർച്ഛിതോപി ഹ്യതിമൂർച്ഛിതേന ക്രോധോഷ്മണ ഖാദിതുമാദ്രുതസ്ത്വാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.